പിന്നെ പറയാം, ഈ 6 എത്ര പെൺകുട്ടികളുണ്ട്? പെൺകുട്ടികളാരല്ല, 6 വർഷമുണ്ട്. ഇല്ല, ഇത് നീ അന്ന് IAS കുറിച്ച് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഈ ഒരു പോയിന്റ്. ഇവിടെ സ്ഥലം കിട്ടോ വാങ്ങാൻ? എടുക്കാനല്ലേ? ഒരേക്കർ വാങ്ങിയിട്ട് നല്ല ശാന്തസുന്ദരമായിട്ട് വീട് എടുക്കാൻ പറ്റും. എന്താണ് ഇത് ഇവിടെ SF കേൾക്കണ്ട? എടാ റിദിന, ആ പ്രതിമാരാ അതിന്റെ മുകളിൽ പണി തീർത്തോണ്ടിരിക്കുന്നത്? ജംഷഡ്ജി ടാറ്റ. തായാരാ? മൂപ്പര ഭാര്യ ആയിരിക്കോ? അറിയില്ല, ഏതോ ഗ്രീക്ക് ദേവതയ്ക്ക്. എടാ പട്ടീനെ എടുക്കുക. കഴിഞ്ഞ നമ്മളെ എയിംസ് വീഡിയോ മെയിൻലി ഹിറ്റ് ആക്കിയത് പട്ടി കേട്ടോ. പട്ടി എന്താ? മറ്റേത് ബാംഗ്ലൂർ ലൈഫ്, നൈറ്റ് ലൈഫ് അങ്ങനെ ആസ്വദിച്ച് തുടങ്ങിയിട്ടില്ല. ഇല്ല ഇല്ല, സമയമുണ്ടല്ലോ. ഗൈസ്, NIRF റാങ്കിങ് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യയിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റി ഏതാണെന്നറിയോ? ഓർ ടൈംസിൻ്റെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റിൽ ടോപ്പ് 250 ഒരൊറ്റ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ. അതേതാണെന്നറിയോ? അതൊക്കെ ഏതാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. IIT-കളോ അല്ല മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ല, ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ആൻഡ് ഈ കഥ കേട്ടിട്ട് IAS-ൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു +2-കാരൻ പയ്യൻ ചെന്നെത്തിയത് ഒരു സിംഹത്തിൻ്റെ മടയിലായിരുന്നു. ബാക്കി കഥ പറയും. അത് ഞാൻ എന്തായിരുന്നു, ഇപ്പോൾ +1 +2 ഒക്കെ നീറ്റൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം കിട്ടിയില്ലായിരുന്നു. സോ പക്ഷേ പിന്നെ വിചാരിച്ച് എന്തായിരുന്നു, ഇപ്പോൾ എൻ്റെ എന്തൂസിയാസം റിസർച്ചിലാണ്. റിസർച്ചിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയത് എന്തായിരുന്നു, മെയിൻ IAS ആണ് കിട്ടിയത്. അപ്പോൾ സോ അതിന് വേണ്ടി അഡ്വാൻസ് വേണ്ടി പഠിക്കാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഈ എൻ്റെ അന്നത്തെ JEE% എന്തായിരുന്നു, 92% ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. സോ അഡ്വാൻസ് ബാച്ചിൽ കിട്ടില്ലായിരുന്നു. അഡ്വാൻസ് ബാച്ചിൽ നിന്നെ അനുവദിച്ചില്ല, പ്രവേശനം അനുവദിച്ചില്ല. 95% മിനിമം വേണമായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ട് എജുപോർട്ടിന്ന് വിളിയൊക്കെ വന്നായിരുന്നു. ഇപ്പം നീ എവിടെയുള്ളത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. അതായത് ഈ IAS-ൽ ആകെ ഇന്ത്യയിൽ നിന്ന് 162 കുട്ടികളാണ് ഒരു വർഷം BTech അല്ലെങ്കിൽ UG കോഴ്സിന് ജോയിൻ ചെയ്യുക അല്ലേ. ആൻഡ് അതിലാകെ ഉള്ളത് 6 മലയാളികളാണ്. 6 മലയാളിയിൽ ഒരാൾ എജുപോർട്ടിൻ്റെ ആദ്യത്തെ റിപ്പീറ്റർ ബാച്ചിൽ നിന്ന് പഠിച്ച റിദിൻ സമീർ അല്ലേ. റിദിൻ സമീറാണ്. ആൻഡ് ഇതെന്താണ്, വെറും ഹാർഡ് വർക്കിൻ്റെ മാത്രം കഥയല്ല, പ്രതികാരത്തിൻ്റെ കഥയും കൂടിയാണല്ലേ. അത്രയ്ക്ക് വേണം. അപ്പോൾ മക്കളെ, നമ്മളെന്ത് ചെയ്യാണ്, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയായ IISc-യുടെ ക്യാമ്പസ് ടൂറാണ്. എനിക്ക് വന്ന് കേരളത്തിൽ നിന്ന് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഒരു IISc ക്യാമ്പസ് ടൂർ വന്നിട്ടില്ല. സോ ഫുൾ ഡീറ്റെയിൽസ് എല്ലാ സാധനം കാണിച്ചു തരില്ലേ? ഏകദേശം കാണിച്ചു തരില്ലേ? എടാ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഈ 162 കുട്ടികളിൽ എത്ര ആൾക്കാർ റിപ്പീറ്റേഴ്സ് ഉണ്ട്? റിപ്പീറ്റേഴ്സ് വളരെ കുറച്ചുള്ളൂ. ഇപ്പം നമ്മുടെ വിരലെണ്ണാവുന്ന റിപ്പീറ്റേഴ്സ് മാത്രമേ 10-ന്റെ താഴെ ഉള്ളൂ. അതെ, ആ ഒരു റേഞ്ചൊക്കെ തന്നെ. അതായത് 162-ൽ 10-ന്റെ താഴെ എന്ന് പറയുമ്പോൾ ഒരു 5% ഒക്കെ മാത്രമേ എന്തുള്ളൂ റിപ്പീറ്റേഴ്സ് വരുന്നുള്ളൂ. അപ്പോൾ ബാക്കി കുട്ടികൾ ആരൊക്കെയാണ്? ബാക്കി കുട്ടികൾ എല്ലാവരും ഇങ്ങനെ +1 +2 അല്ലെങ്കിൽ അതിന് മുന്നേ പഠിച്ചു തുടങ്ങിയവരൊക്കെ തന്നെ. അതായത് ഒന്നെങ്കിൽ ഇന്റഗ്രേറ്റഡ് ബാച്ചിലെ കുട്ടികൾ, അല്ലെങ്കിൽ പണ്ട് മുതലേ ഫൗണ്ടേഷൻ ഒക്കെ പഠിച്ച് അതിൻ്റെ ശേഷം ഇന്റഗ്രേറ്റഡ് ഒക്കെ പഠിച്ച ആൾക്കാരല്ലേ. ഇത് നല്ലൊരു ഗ്യാപ്പാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഡിനുള്ള സ്കോപ്പ് ഉണ്ട്. എജുപോർട്ടിൻ്റെ ഇന്റഗ്രേറ്റഡ് ബാച്ചിലേക്കും അതേപോലെ തന്നെ എത്രാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് മുതലുള്ള ഫൗണ്ടേഷൻ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണം ഇവിടെ ഇതിലെന്തെങ്കിലും ഒരു ഫോമൊക്കെ ഉണ്ടാവും, വേഗം ഫില്ല് ചെയ്തിട്ടോ. കാരണം IISc ഒക്കെ എത്തണമെങ്കിൽ എനിക്കൊന്ന് എത്ര റാങ്ക് വേണ്ടി ഒരു 2000 അല്ലേ? BTech BS 700, BS-ന് 2000 ഓൾ ഇന്ത്യ റാങ്കാണ്. JEE അഡ്വാൻസിന്, അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ടോപ്പ് 2000-ലുള്ള കുട്ടികളാണ് മോസ്റ്റ്ലി എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ വരാൻ പോകുന്നത്. ചില അന്ന് നേരത്തെ കുറച്ച് ഓൾ ഇന്ത്യ 16 കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അല്ല ഇതിനെ നമ്മളിപ്പോൾ ശരിക്കും ഒരു എഞ്ചിനീയറിംഗ് ആസ്പിരൻ്റ് അല്ലെ JEE ആസ്പിരൻറ്റിന് മുന്നിൽ 2 ലക്ഷ്യങ്ങളേ ഉള്ളൂ. ഒന്നെങ്കിൽ ഒരു IIT അല്ലെങ്കിൽ NIT. പിക്ചറിലൊന്നും എന്ത് ചെയ്യാറില്ല, IISc വരാറില്ല, ഈവൻ ദോ ഇന്ത്യയിലെ ബെസ്റ്റ് കോളേജ്. അതെന്തുകൊണ്ടായിരിക്കും? അത് ഫീൽഡിലെ വ്യത്യാസം കൊണ്ടായിരിക്കും. കാര്യം നമ്മളിപ്പോൾ മെഡിസിൻ ആണ്, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവും. കാര്യം ജോലിക്ക് കയറണം, ഒരു പ്ലേസ്മെന്റ് നമുക്ക് അവിടെ ഒരു അഷ്യൂറായിട്ട് കിട്ടും. പക്ഷേ റിസർച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു പരിപാടിയല്ല. നമ്മളൊരു എന്തൂസിയാസം കൂടുതൽ ഡിഗ് ചെയ്യുക എന്നുള്ള എന്തൂസിയാസം കൊണ്ട് മാത്രം. ഒരു റീസൺ എന്ന് പറയുന്നത് ഇത് മോർ ഓഫ് കൈൻഡ് എന്താണ്, ഒരു റിസർച്ച് ഓറിയന്റഡ് ആണ്. മറ്റേതൊക്കെ ഒരു BTech കഴിഞ്ഞിട്ട് ഏതെങ്കിലും ടോപ്പ് MNC-ൽ പ്ലേസ്മെന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും, MTech എടുക്കുക എന്നിട്ട് PhD പോവുക എന്നുള്ള ആ ഒരു മോഡിലേക്കും പോകാനുള്ളത്. ആൻഡ് രണ്ടാമത്തെ റീസൺ ഒബ്വിയസ്ലി കട്ട് ഓഫ് ആണ്. അതായത് 2000 റാങ്കിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്നല്ല, കേരളത്തിൽ നിന്ന് മാക്സിമം ഒരു 10 കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ. ഇത്തവണ എത്ര ആൾക്കാർ? 6 അല്ലേ? നിങ്ങളെ ബാച്ച് 6 ആൾക്കാരേ ഉള്ളൂ. അപ്പം എന്തൊക്കെ പറഞ്ഞാൽ ആ പോപ്പുലാരിറ്റി കമ്പാരിറ്റീവ് അതിൽ ഒരാൾ മാത്രമേ BTech ഉള്ളൂ, ബാക്കി 5 പേരും BS. യെസ്. അപ്പം ആ പോപ്പുലാരിറ്റി എന്തായിരിക്കും, ബൈ ഡിഫോൾട്ട് കുറവായിരിക്കും. എടാ റിദിന, ആ പ്രതിമാരാ അതിൻ്റെ മുകളിൽ പണി തീർത്തുകൊണ്ടിരിക്കുന്നത്? ജംഷഡ്ജി ടാറ്റ. അതായത് ഇത് തുടങ്ങിയത് 1909 ടാറ്റ ഗ്രൂപ്പ് ആട്ടോ. പിന്നെ അത് എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് ഏറ്റെടുത്താണ്.
തായാരാ ഭാര്യ ആയിരിക്കോ? അറിയില്ല, ഏതോ ഗ്രീക്ക് ദേവതയ്ക്ക്. ജംഷഡ്ജി ടാറ്റയും ഫാമിലിയാണോ എന്നുള്ളത് ഉടനെ അറിയാം. പക്ഷെ ഞാൻ അന്ന് വന്നപ്പോൾ പ്രതിമ ഞങ്ങൾ വരുമ്പോൾ ഇപ്പം ഈ ഇടയ്ക്ക് തുടങ്ങിയത് പുതുക്കി പണിയാൻ തോന്നുന്നു. ഞങ്ങളിപ്പം പ്രതിമ ഉണ്ടായിരുന്നു, കാര്യം ഒരു IAC ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആൾ. റൈറ്റ് ഇത് ഫാമിലി ആയിരിക്കും തോന്നുന്നല്ലേ. എന്തായാലും നോക്കാം. മോനെ ഇത് ഫുൾ ഫോറസ്റ്റ് ആണല്ലോ. നല്ലൊരു നാച്ചുറൽ ആംബിയൻസ് ഉണ്ടല്ലേ സാറേ? ഇവിടെ സ്ഥലം കിട്ടുമോ വാങ്ങാൻ? എടുക്കാനല്ലേ? ഒരേക്കർ വാങ്ങിയിട്ട് നല്ല ശാന്തസുന്ദരമായിട്ട് വീട് എടുക്കാൻ പറ്റും. ഒരു സിറ്റിയുടെ ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ? ഈ പുറത്തിറങ്ങിയില്ലേ ക്യാമ്പസിന്റെ? പുറത്തൊക്കെ ഇറങ്ങണ്ട, വല്ലപ്പോഴും മാത്രം. വല്ലപ്പോഴും മാത്രം. ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെയല്ല. മറ്റേത് ബാംഗ്ലൂർ ലൈഫ്, നൈറ്റ് ലൈഫ് അങ്ങനെയൊന്നും ആസ്വദിച്ച് തുടങ്ങിയിട്ടില്ല. ഇല്ല, സമയമുണ്ടല്ലോ. ബാക്കി കൂടെയുള്ള ആൾക്കാരൊക്കെയോ? ബാക്കി 5 ആൾക്കാരുടെ അവസ്ഥ എന്താ? അവരതുപോലൊക്കെ തന്നെ, വലിയ മെച്ചമില്ല. അവരൊക്കെ പോലെ തന്നെയാണല്ലേ? ഒക്കെ ഭുജികളാണ്. അതായത് അങ്ങനല്ല, ആകെ എത്ര സീറ്റ് അവിടെ ഉള്ള? 162 ഉണ്ടാവും. എടാ ഈ 162 നീ ബാക്കി സ്റ്റേറ്റിലെ ആൾക്കാരൊക്കെ നോക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ആകെ 6 ആളേ ഉള്ളൂ. അതിൽ കുറച്ച് മലയാളി റൂട്ട്സ് വേറെ കുറച്ച് 3-4 പേര് എക്സ്ട്രാ ഉണ്ട്. ഓക്കെ, അത് പോട്ടെ. എടാ പട്ടീനെ എടുക്കുക. കഴിഞ്ഞ നമ്മളെ എയിംസ് വീഡിയോ മെയിൻലി ഹിറ്റ് ആക്കിയത് പട്ടി കേട്ടോ. പട്ടി എന്ത് എയിംസിലാണ് ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഷുക്കൂറായിട്ടൊരു ഇതേപോലെ ക്യാമ്പസ് ടൂർ നമ്മൾ കൂടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പട്ടീനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് കുറേ ആൾക്കാർ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ പട്ടി നല്ല പട്ടി. ആ പട്ടി നല്ല പട്ടി ആണോ? യെസ്. ഇത് ഫുള്ള് കാടാണല്ലോ. ഇതിൻ്റെ അപ്പുറം എന്താ? ബിൽഡിംഗ്. ഓക്കെ. ഇവിടെ വലിയ വലിയ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഞാൻ അന്ന് 2013 വന്നപ്പോൾ എൻ്റെ കൂടെ ബിടെക് കഴിഞ്ഞ് കുറച്ച് ആൾക്കാർ ഇവിടെ PG വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നു. ഞാനാണ് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അന്ന് എന്തൊക്കെയോ സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ട്, പിന്നെ നാനോ ടെക്നോളജീൻ്റെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. സൂപ്പർ കമ്പ്യൂട്ടറിനെ എനിക്കറിയില്ല, നാനോ ടെക്നോളജി ആണെങ്കിൽ പുറത്ത് കാണിച്ചാൽ അകത്താൻ പറ്റൂല. പിന്നെ ലൈബ്രറിയോ? ലൈബ്രറി നിങ്ങൾക്ക് ലൈബ്രറി അല്ലേ മെയിനായിട്ട് കാണേണ്ടി വരാം. പിന്നെ പറയാം, ഈ 6 എത്ര പെൺകുട്ടികളുണ്ട്? പെൺകുട്ടികൾ ആരും വിഷമമുണ്ട്. ഇത് നീ അന്ന് IAS കുറിച്ച് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഈ ഒരു പോയിന്റ്? അവിടുത്തെ ജെൻഡർ റേഷ്യോ നോക്കിയില്ല. ജെൻഡർ റേഷ്യോ ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ എഞ്ചിനീയറിംഗ് അല്ല JEEക്ക് റിപ്പീറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ 2 ലക്ഷങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ IIT അല്ലെങ്കിൽ NIT. പക്ഷേ ഇതെന്താ ഈ IISc അത്ര പോപ്പുലർ അല്ലാത്ത നമ്മുടെ നാട്ടിൽ? വൺ ഓഫ് ദ റീസൺ എനിക്ക് തോന്നുന്നു ഈ നേരത്തെ പറഞ്ഞ കട്ട് ഓഫ് തന്നെ ചിലപ്പോൾ വൺ ഓഫ് ദ മെയിൻ റീസൺ ആയിരിക്കും. എല്ലാവർക്കും അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റില്ല. അതായത് ഇന്ത്യ തന്നെ ആകെ 162 ആൾക്കാർക്കേ ഉള്ളൂ. എന്റെ ബാച്ചിലുള്ളൂ. ആൻഡ് അതിൽ തന്നെ ഓൾ ഇന്ത്യ റാങ്ക് 2000-ന്റെ ഉള്ളിൽ എത്തിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പം ഓൾ ഇന്ത്യ 2000-ന്റെ ഉള്ളിൽ തന്നെ കേരളത്തിൽ നിന്ന് എന്താണ് വളരെ കുറച്ച് ആൾക്കാർ എത്താണ്ടാവുള്ളൂ. പിന്നെ രണ്ടാമത്തെ റീസൺ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ IITയും NITകളും മോർ ഓഫ് എ കൈൻഡ് എന്താ പറയാ, ജോലി പ്ലേസ്മെന്റ് ഓറിയന്റഡ് ആകുമ്പോൾ ഇവിടെ കുറച്ചും കൂടെ ഒരു റിസർച്ച് ഓറിയന്റഡ്. അതുകൊണ്ടാണെന്ന് തോന്നില്ല നീ ഇത് തന്നെ വേണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് റിസർച്ചിൽ. അപ്പോൾ ഈ ബിടെക് കഴിഞ്ഞിട്ട് എന്തായിരിക്കും നിന്റെ അടുത്ത പ്ലാൻ? എന്തായിരിക്കും? സോറി BS. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ ഒന്നാം. പിന്നെ BS കഴിഞ്ഞിട്ട് എന്തായിരിക്കും നിന്റെ പ്ലാൻ? BS കഴിഞ്ഞിട്ട് ഇവിടെ BS ഇവിടുത്തെ കോഴ്സ് പറഞ്ഞാൽ 4 ഇയറിലാണ് നമ്മൾ ചെയ്യുക. 4th ഇയർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം, MS ആക്കാം. അത് എൻ്റെ അന്നത്തെ പെർഫോമൻസ് ഇതുപോലെ ഇരിക്കും. അതിന് ശേഷം ഒബ്വിയസ്ലി PhDക്ക് പോകേണ്ടി വരുന്ന സെൻസ് ഇവിടെ നല്ല എക്സ്പോഷർ കിട്ടും. നമുക്ക് നന്നായി വർക്ക് ചെയ്താൽ കിട്ടും. ആൻഡ് PhD നീ ഇന്ത്യയിൽ ചെയ്യാനായിരിക്കും പ്ലാൻ അല്ലെങ്കിൽ US പോകണം? പൊതുവേ ഇങ്ങനെ പുറത്ത് പോകുന്നതാണ് നല്ലത്. കാര്യം ഇവിടെ IAC കിട്ടും. നമ്മൾ അടുത്ത സ്റ്റെപ്പ് കുറച്ചുകൂടി ബിഗർ ആയിരിക്കും. IAC ബൈ ഡിഫോൾട്ട് ഇനി ഒരു BS+MS ഓൾമോസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആൻഡ് അതിനേക്കാൾ ബെറ്റർ റിസർച്ച് ഫെസിലിറ്റി ഉള്ള ബെറ്റർ പ്രൊഫസേഴ്സിൻ്റെ കീഴിലാണ്. ഈവൻ ഞാൻ അന്ന് പറഞ്ഞില്ല, ഞാൻ അന്ന് വന്ന ചങ്ങായി NIT BTech, പിന്നെ IAS MTech പ്ലസ് PhD, എന്നിട്ട് പോസ്റ്റ് ഡോക്ക് അവൻ ചെയ്തത് കാംബ്രിഡ്ജിൽ നിന്നാണ്. ഇതാണ് എന്ത് ചെയ്യുക, ആ ഒരു ലൈൻ എപ്പോഴും ഉണ്ടാവാം. അപ്പം ആ ഒരു മോഡിലേക്ക് തന്നെയാണ് എല്ലാവരും സീനിയേഴ്സ് വെച്ചപ്പോൾ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്താൽ തന്നെ ആ ഒരു സാധനത്തിലേക്ക് കിട്ടും. യെസ്, അത് ഈസിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം എൻ്റെ കൂടെ ഒക്കെ ഒത്തിരി ആൾക്കാർ ബാക്കി IITs എന്നൊക്കെ MTech കഴിഞ്ഞിട്ട് ഈ സ്റ്റാൻഫോർഡിലും ഹാർവാർഡിലൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അവരെക്കാളും എന്തുണ്ടാവല് ഈ IAS ഇറങ്ങിയ ആൾക്കാർക്കാണ് കുറച്ചും കൂടി എക്സ്പോഷർ. നോബൽ ലോറേറ്റ് വന്നായിരുന്നു. ഏതാ വർഷം? ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നോബൽ കിട്ടിയ ആളാന്ന് തോന്നുന്നു. അല്ല, നമ്മളെ CV രാമൻ സാറും ഇതും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടല്ലോ. CV രാമൻ ആണ് ഇവിടുത്തെ ഫസ്റ്റ് ഇന്ത്യൻ ഡയറക്ടർ. അതിനു മുന്നേ ഈ മറ്റേ എന്തായിരുന്നു, അല്ലല്ല, ഒരു
റാംസേ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ഒരു കൊളീഗാണ് നമ്മുടെ ഡയറക്ടറായി ഫസ്റ്റ് ഉണ്ടായിരുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് വരികയാണ്. നിങ്ങൾ വിചാരിക്കും പൂളിൻ്റെ ഉള്ളിൽ കാണിക്കുന്നു, ഇല്ല, ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. എനിക്ക് തന്നെ കാണാൻ പറ്റും. ഞാൻ നോക്കാം, കാണാൻ പറ്റും, കാണാൻ പറ്റും, ഉള്ളിൽ കയറാം. ഇതെന്തോ ഇങ്ങനെന്തോ ഒളിമ്പിക് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ? അങ്ങനെയൊന്നും ഇല്ല, അത്യാവശ്യം നല്ല പോകും. ഞാൻ +2 പഠിക്കുമ്പോൾ എൻട്രൻസിൻ്റെ സാറ് എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത് എന്താ വെച്ചാൽ NIT-യിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്നാണ്. ഗേൾസും ബോയ്സും ഒരേ ഇതില്ലേ? അപ്പം ഇപ്പോൾ പോലെയല്ല, അന്ന് 2008 അല്ലേ, അപ്പോൾ സ്വിമ്മിംഗ് പൂളേ ഞാൻ കണ്ടിട്ടില്ല. സ്വിമ്മിംഗ് പൂൾ എന്നുള്ളൊരു സാധനം ഉണ്ട് എന്നല്ലാണ്. പിന്നെ മൂപ്പര് ഡയലോഗ് കൂടി പണേ, അവിടെ ആകെ ഒരൊറ്റ പൂളേ ഉള്ളൂ, ഗേൾസിനും ബോയ്സിനും. അപ്പോൾ ഒരു 17-കാരൻ്റെ ഏറ്റവും വലിയ ഇത് അതായിരുന്നു. മൂപ്പരൊന്നും കളവ് പറഞ്ഞിട്ടില്ല കേട്ടോ. NIT-ൽ പോയപ്പോൾ സ്വിമ്മിംഗ് പൂളും അവിടെ ഉണ്ട്, ഒരു സ്വിമ്മിംഗ് പൂളേ ഉള്ളൂ, ഗേൾസിനും ബോയ്സിനും ഒന്ന് തന്നെയാണ്. പക്ഷെ ആകെ പ്രശ്നം എന്താ വെച്ചാൽ ബോയ്സ് രാവിലെയും ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് എൻ്റെ പ്രതീക്ഷ. അവർക്ക് അറിയാം, പഠിക്കുന്ന കുട്ടികളുടെ മാനസിക ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഫുൾ സബ്ജക്ട് ഫേവറേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരാണോ മെയിൻലി ഉണ്ടാവുക? മനസ്സിലായില്ല, സബ്ജക്ട് ഫേവറേറ്റ്സ് ഓരോന്നിലും റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് ഇങ്ങനെ പഠിക്കുക, അല്ലെങ്കിൽ ആ ഒരു പഠിക്കുക എന്ന് പറയുന്നത് ഒരു പാഷനേറ്റ് ഒരു ഡോപ്പമിൻ കിട്ടുന്ന അതുകൊണ്ടാണ് തോന്നുന്നത് അജാസ്ക. എനിക്കും തോന്നുന്നത് നമ്മളെ നാട്ടിൽ നിന്നുള്ള കുട്ടികൾക്ക് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസ്മെന്റും സാധനങ്ങളും ഒക്കെ ആലോചിച്ചിട്ടാണ് ആക്ച്വലി അവരൊക്കെ ചെയ്യും മെയിൻ വേണ്ടി. അത് മാത്രമല്ല, ഈ കിട്ടണ്ടേ, അതായത് 160 ഭയങ്കര പ്രയാസമാണ്. പ്രത്യേകിച്ച് നമ്മളത്തെ നമ്മളെ നാട്ടിലെ കുട്ടികൾക്ക് ഈ സാധനം അറിയില്ല, IAS എന്താണെന്ന് അറിയാനും കൂടെ ഒരു സാധനം. അത് സത്യമാണ്, എനിക്കും അറിയില്ലായിരുന്നു. റിപ്പീറ്റ് ചെയ്യാൻ മുന്നേ വരെ എനിക്കും അറിയില്ലായിരുന്നു നിങ്ങളുടെ ക്യാമ്പസ് ഉണ്ട്. എന്റെ മനസ്സിൽ ആദ്യം CUT മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ, പോണ്ടിച്ചേരി, ഹൈദരാബാദ്, ഡൽഹി യൂണിവേഴ്സിറ്റീസ്. അല്ല, ഇവൻ പറഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് IAS കേട്ടത്. എന്റെ റൂംമേറ്റ് ആയതുകൊണ്ട് അല്ല, എനിക്കൊന്ന് അതായത് നീ +2 കഴിഞ്ഞ് കീമിൽ കുഴപ്പമില്ലാത്ത റാങ്ക് ഉണ്ട്, പിന്നെ എന്ത് ചെയ്യണമെന്ന് അല്ലെ ഐസറിൽ പോകണോ എന്നൊക്കെയുള്ള പ്ലാനിൽ പെട്ടെന്നാണ് IAS-യെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് നീ വീണ്ടും എന്നാന്ന് റിപ്പീറ്റ് ചെയ്യാന്നുള്ളൊരു തീരുമാനം എടുത്തത് അല്ലേ. അത് നിന്നെപ്പോലത്തെ ആൾക്കാരൊക്കെ ശരിക്കും കേരളത്തിൽ കുറവായിരിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ആഗ്രഹിച്ച കുറച്ചുപേരുണ്ടായിരുന്നു എൻ്റെ കൂടെ. ഇല്ല, കൂടെ ഒരു ഫാക്ടറാണല്ലോ. എൻ്റെ കൂടെ ഉള്ളവരും എജുപൂട്ടിലും എൻ്റെ റൂംമേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവന് മാത്രം അങ്ങനെ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു. വൻരാജ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ വന്ന സമയത്ത് അവൻ IAS അവരുടെ നടന്നു. അറിയില്ല, അതായത് ഇവിടെ പൂമ്പാറ്റ ഉണ്ടാവും, ഇവിടെ അടുത്ത് ബയോളജിയുടെ ലാബ് ഉണ്ട്. പഠിക്കുക, അറിയാത്തവർക്ക് പഠിക്കാനാണ്, നമുക്ക് പഠിക്കാം. നമ്മള് ഗ്രൗണ്ട് ഒക്കെ എവിടാ? ഗ്രൗണ്ട് കുറച്ച് അപ്പുറത്ത്. നമ്മള് പള്ളി പോയില്ലായിരുന്നു, ആ വഴി പോകണം. ഞാനിപ്പോഴും സിംഗിളാണ്. മറന്നു സാറിങ്ങനെ ഓരോ പ്രണയകഥകൾ ലൈവിലൊക്കെ പറഞ്ഞ എന്തൊക്കെ ഓർമ്മയുണ്ട്, കഥകൾ ഓർമ്മയില്ല. അതൊക്കെ കഥകൾ മാത്രമാണ്. ഏതോ ഞാൻ മുമ്പ് ഒരു പണ്ടെന്ന് കണ്ടായിരുന്നു, ഏതോ ഒരു ശ്രദ്ധ കമന്റ് ഇട്ട്. എൻ്റെ കൂടെ 4ാം ക്ലാസ്സിൽ ശ്രദ്ധ ഉണ്ടായിരുന്നു. ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഓ, ഇതാണ് ഈ പറഞ്ഞ സ്ഥലം, കുഞ്ഞു സ്ഥലം, കാടിന്റെ നടുവിലൂടെ നടക്കാം. ക്ലബ്സ് ഇതല്ലാതെ നമ്മളിപ്പോ നമുക്ക് ഇപ്പൊ നിനക്ക് എന്ത് ക്ലബ്ബ് വേണമെന്ന് തീരുമാനിക്കും, നിനക്ക് തുടങ്ങാം. ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങി അതൊരു ക്ലബ്ബായി. പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നുമില്ല. അത് ഈ ഓപ്പൺ ഡേ വരുമ്പോൾ അങ്ങനത്തെ ക്ലബ്സ് ഓരോ സബ്ജക്റ്റിനും. ഇപ്പോൾ ഫിസിക്സിന് ഒരു ക്ലബ്ബ്, എൻസംബിൾ, കെമിസ്ട്രിക്ക്, അങ്ങനെ ഓരോ സബ്ജക്ട് വൈസ് ക്ലബ്ബൊക്കെ ഓൾറെഡി ക്ലബ്ബിൽ നിങ്ങൾ എന്താ പുതിയ ഇൻവെൻഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം? പേപ്പർ പ്രസന്റേഷൻ, പിന്നെ അങ്ങനെ. അതായത് ഞാൻ കുറേ എണ്ണത്തിന് പോവാറില്ല, ഞാൻ അത്ര ആക്റ്റീവ് അല്ല. പങ്കെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് വലിയ ഐഡിയ ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ ഞാൻ അന്ന് സംഭവം നമുക്ക് എന്തൂസിയാസം ഉണ്ടായിരിക്കും. ഇപ്പോഴും എന്തൂസിയാസം ഇല്ലാന്നല്ല, പക്ഷെ കുറച്ച് ടൈം എടുക്കണം അതൊക്കെ ഒന്ന് പഠിക്കണമെങ്കിൽ. റിയാലിറ്റിയിലോട്ടെന്ന് പറയാം. അന്ന് ഒരു എന്താ പറയുക, ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇപ്പൊ പിന്നെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും, കുറച്ചും കൂടെ പഠിച്ചിട്ട് കഴിഞ്ഞിട്ടൊക്കെ ക്ലാസ്സും പേപ്പറൊക്കെ വായിച്ചിട്ട്. പിന്നെ കോണ്ടത്തിന് മുന്നേ മാത്സ് നല്ല രീതിക്ക് അറിഞ്ഞിരിക്കണം, ലീനിയർ ആൽജിബ്ര അറിഞ്ഞിരിക്കണം. പിന്നെ അത് ഇപ്പൊ ഞാൻ പഠിച്ചോണ്ടിരിക്കും. ഞാൻ ഷോർട്സ് മുമ്പുണ്ട്, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ശങ്കർ പ്രൊഫസർ പറയായിരുന്നു, എനിക്ക് ക്വാണ്ടം മെക്കാനിക്സ് അറിയില്ല, ഈ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്കും അറിയില്ല. അങ്ങനെ ആള് യൂട്യൂബില് പക്ഷെ അയാൾ എടുക്കുന്ന കോഴ്സിന്റെ പേര് ക്വാണ്ടം മെക്കാനിക്സ്. അതെ അതെ അതെ, മനസ്സിലായി. ഇവിടുത്തെ സാധനം പറയും എനിക്കും അറിയില്ല, ആർക്കും അറിയില്ല, അറിയുന്ന പറയുന്നവർക്ക് ഒട്ടും അറിയില്ല. അങ്ങനെ ആരോ പറഞ്ഞു നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് ഫുള്ളും മനസ്സിലായി എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ആക്ച്വലി ഒരു റിയൽ സൈഡ്. റിസ്ക് ഒക്കെ നമ്മൾ എടുക്കണോ? ഞങ്ങളുടെ മറ്റേ ജോണിത ഗാന്ധിയും ഷാനും
അപ്പൊ NIT പോലെ തന്നെയുള്ള ആ ഫെസ്റ്റ് അല്ലേ? പക്ഷെ NIT ഞാൻ നോക്കുമ്പോൾ എത്ര 7-8 വരെ ഒക്കെ ഉണ്ടായിരുന്നില്ല. 2 ഫെസ്റ്റ് ഈവൻ സെമിസ്റ്റർ മാത്രം. ഈവൻ സെമസ്റ്ററിൽ 2 ഫെസ്റ്റ്. അപ്പൊ സ്പോർട്സ് ഇടയ്ക്ക് വരാറുണ്ട്. ഇടയ്ക്ക് എന്തായിരുന്നു സ്പെക്ട്രം, എക്ലിപ്സ് അങ്ങനെയൊക്കെ 1-2 ഒരുപാടൊന്നുമില്ല. ബട്ട് നമുക്ക് എൻഗേജ്ഡ് ആയിട്ട് ഇങ്ങനെ പോവാം. ചുരുക്കി പറഞ്ഞാല് കുട്ടികളുടെ എണ്ണം കുറവാണ്. സാധാരണ ഒരു കോളേജിലുള്ള എല്ലാ പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ടല്ലേ. അതേപോലെ തന്നെ ഈ എല്ലാവരും വൈകുന്നേരം ക്ലാസ് വിട്ട് വന്നാൽ ഇരുന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങ് പഠിക്കുന്നവരുണ്ട്. അറ്റൻഡൻസ് നമ്മൾ പഠിക്കണം. പക്ഷെ അത് മാത്രമല്ല ചെയ്യുന്നത്. കാര്യം പൊതുവെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഫുട്ബോൾ കളിക്കാറുണ്ട്. എല്ലാവരും എല്ലാത്തിനും എൻഗേജ്ഡ് ആവുന്നുണ്ട്. ടർഫ് ഹോക്കിയുടെ ഉണ്ട്, ഫുട്ബോള്, ടെന്നീസ്. ഹോക്കി വടികൊണ്ട് അടിക്കുക അല്ലെ സ്റ്റിക്കൊക്കെ അല്ലേ ഹോക്കി സ്റ്റിക്ക് കൊണ്ടാണല്ലോ. ഞങ്ങൾ സിലട്ട വണ്ടുമ്പോഴൊക്കെ ഹോക്കി കളിച്ച ഓർമ്മയില്ല. ഫുട്ബോൾ പോലെ പ്ലാസ്റ്റിക്കിന്റെ ബോളും മറ്റേ മട്ടലിന്റെ ഇതുമില്ലേ, അത് ഹോക്കി തന്നെയാണോ കളിച്ചത്? ശരിക്കും ഹോക്കി നീ കളിച്ചിട്ടുണ്ട്? ഞാൻ കളിച്ചിട്ടില്ല. കളിക്കാൻ അറിയുന്നവരെ കളിക്കുന്നുണ്ട്. അജാസ്ക ഹോക്കിന്റെ ബാക്കിട്ട് അടിക്കാൻ പോയിട്ടുണ്ടോന്നില്ലേ? അതൊക്കെ വെറുതെ നിങ്ങൾ സിനിമ കാണുന്നതാണോ? ഹോക്കിന്റെ ബാറ്റൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ നിങ്ങൾ എങ്ങനെയാ ഒരു വൈകുന്നേരമൊക്കെ ഗ്യാദർ ചെയ്യുന്ന സ്പോട്ട് എവിടെയാ? അങ്ങനെ അത് ഓരോരുത്തരും ഓരോ സ്ഥലത്ത്. നമ്മൾ ഫ്രണ്ട് ഗ്യാങ് പോലെ ഇരിക്കലോ, ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും സുഖം. കോമൺ സ്ഥലങ്ങളൊന്നും ഇല്ല. കോമൺ സ്ഥലം കുറച്ചധികം കോമൺ സ്ഥലങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു സ്ഥലത്തായിട്ട് ഉണ്ടാവല. വേറെ പോലീസാ? പോലീസ് കുറച്ച് പ്രശ്നമാണ്. ക്യാമ്പസിൽ അങ്ങനെ പോലീസിന് കയറാനൊന്നും പറ്റൂല. അല്ല ഇവിടുത്തെ ഫീസൊക്കെ എങ്ങനെയാ വരുന്നത്? ഫീസ് ഞങ്ങളുടെ ഫീസ് ഞാൻ പറയാനുള്ള വിഷമം. ഇനി വരുന്ന ഫീസ് ഞാൻ പറയാം. ബിടെക്കിനൊക്കെ വർഷം 2 ലക്ഷം ഒക്കെ ആണെന്ന് തോന്നുന്നു. എന്റെ മോനെ അല്ല, പക്ഷെ അത്രയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇതിനു മുമ്പ്. നിങ്ങൾക്ക് എത്ര? ഞങ്ങളുടെ ബിടെക്ക് പറഞ്ഞത് ഞങ്ങളുടെ BSന് ഞങ്ങളുടെ BS വരെ 10,000 ആയിരുന്നു മാസം. അല്ല മാസമല്ല വർഷം. ഒരു വർഷം 10,000 ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ്. ഓക്കെ. പ്ലസ് ഹോസ്റ്റൽ എത്ര? ഹോസ്റ്റൽ മാസം 8,000 വരെ ഉണ്ടാവും. മെസ് അനുസരിച്ചും ചെറിയ മാറ്റം വരും. എല്ലാം അടക്കം അല്ലേ? എത്ര സ്കോളർഷിപ്പ് കിട്ടൂലേ? ഞങ്ങളാണ് സ്കോളർഷിപ്പ് കിട്ടുന്ന ലാസ്റ്റ് ബാച്ച്. ഇനി അങ്ങോട്ടുള്ള ബാച്ചുകാർക്ക് സ്കോളർഷിപ്പ് കിട്ടില്ല. അതെന്താ? ഫണ്ടിങ് ഗവൺമെന്റ് ഫണ്ടിങ് വെട്ടിച്ചുരുക്കിയെന്നാണ് തോന്നുന്നത്. അല്ല പക്ഷെ എന്നാലും നിങ്ങൾക്ക് മറ്റ് സ്കോളർഷിപ്പുകളൊക്കെ കിട്ടും. ഇതിപ്പോ എനിക്ക് തോന്നുന്നു IISc മാത്രമുള്ള ഒരു സ്കോളർഷിപ്പ് ആയിരിക്കും. അതെ അതെ, IISc മാത്രം എല്ലാവർക്കും കിട്ടും. അതായത് അഡ്മിഷൻ എടുത്ത് എല്ലാവർക്കും കിട്ടുന്ന പരിപാടി നിൽക്കായിരിക്കും. ഫിനാൻഷ്യലി ഈ പറയുന്ന 1 ലക്ഷം രൂപ ഫീസ് ആണെങ്കിലും ഇത്ര സാലറി ഉള്ള ആൾക്കാർക്കൊക്കെ എന്തായിരിക്കും അതുണ്ട്. സാധനങ്ങളൊക്കെ അന്നും ഉണ്ടാവും. മറ്റേ റിലയൻസ് ഒക്കെ പോലെ ആ സ്കോളർഷിപ്പ് ഒന്നും മുടങ്ങില്ല. IIScയുടെ എല്ലാവർക്കും കിട്ടുന്നത് മുടങ്ങും. പിന്നെ ഫീസ് BSന് ഞങ്ങൾക്ക് 10,000 ആണ്. അടുത്ത വർഷം തൊട്ട് 80,000 ആക്കുന്നുണ്ട്. ഐസർ ആ ഒരു ചെലവ്. മോൻ ഇത് വൈബ് വെറും കിടുകാൻ. പക്ഷെ ഇത്ര മരം NIT ഇല്ലല്ലോ. ആണല്ലേ നമ്മളെ IIScന്റെ ഇതൊക്കെ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് ഫുൾ സ്റ്റോൺ വർക്കാ തോന്നുന്നു ആയിരിക്കും. അന്നത്തെ കാലത്ത് സിമെന്റ് ഇല്ലായിരുന്നു. എത്ര ഇത് 1909 അങ്ങനെ 1909 അപ്പൊ അന്ന് സിമെന്റ് കണ്ടുപിടിച്ചിട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെയും ഏതാണ്ട് 40 വർഷം മുമ്പല്ലേ? എക്സാക്ട്ലി യെസ്. ഇതിന്റെ അപ്പുറത്ത് വേറെ ക്യാമ്പസ് ഉണ്ട്. അത് അടിയിൽ കൂടെ പോകണം. ജിമ്മ് 3 ജിമ്മുണ്ട്. 3 ജിമ്മോ? ഒന്ന് ഹോസ്റ്റലിലും ഒന്ന് വേറൊരു ഭാഗത്തും. ഗേൾസ് ഹോസ്റ്റലിലൊന്നും ബോയ്സ് ഹോസ്റ്റലിലൊന്നും. ബോയ്സ് ഹോസ്റ്റലിലെ കോമാണ്, ഗേൾസ് ഹോസ്റ്റലിൽ അവർക്ക് മാത്രമേ പറ്റുള്ളൂ. പിന്നെ വേറൊരു അതൊരു സൂപ്പർ മാർക്കറ്റ്, ഒരു കുഞ്ഞു കടയുണ്ട്, ഒരു ജനത എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ. എല്ലാം ഫ്രീയാ? ഫ്രീയാ. അത് ഫ്രീ അല്ല, ഐ മീൻ നേരത്തെ 10,000 രൂപ ട്യൂഷൻ ഫീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ കൂടെ എല്ലാ ഫീസും വരും. ഒരു ജിംഖാന ഫീസ്, എന്തോ സംതിങ് എല്ലാം കൂടി 10,000 അല്ല 10,000 പ്ലസ് ഒരു 15,000 ഉണ്ടാവുമായിരിക്കും എല്ലാം കൂടി. ജിമ്മിൽ പോകേണ്ടവർക്ക് ജിമ്മിൽ പോകേണ്ടവർക്ക് IIScയിൽ വരാം. അതെ അതെ. NIT ജിം ഫ്രീ അല്ലേ? NIT ജിം ഫ്രീ അല്ല, മാസം കൊടുക്കണം. അതെ, ഡിപ്പെൻസ്. അതായത് ഗേൾസിനുണ്ട് ജിം അവിടെ. അവിടുത്തെ ഗേൾസിന്റെ ജിം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പക്ഷേ ബോയ്സിന്റെ ജിമ്മും മറ്റേ കോമൺ ആയിട്ടുള്ള ജിമ്മൊക്കെ പെയ്ഡ് ആണ്. അവിടെയും വിവേചനം അല്ലേ? നിങ്ങൾ അടിച്ചു പൊട്ടിക്കണോ അപ്പോഴൊന്നും ശരിയാവും. ഇതാണ് ലൈബ്രറി. JRD ടാറ്റ എന്ന് പറഞ്ഞാൽ ജംഷഡ്ജി R for something. അല്ല ഇവിടെ ലൈബ്രറി ഒക്കെ എങ്ങനെയാ?
ലൈബ്രറി നോർമലി നമ്മള് കൂടുതൽ ക്യാമ്പസുകളും പറയാൻ വെച്ചാൽ എക്സാമിന്റെ സമയം ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ഒരു ലൈബ്രറി എന്ന് പറഞ്ഞ ഒരു കപ്പിൾ സ്പോട്ട് പോലെയാ. ഇവിടെ അങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. കപ്പിൾ സ്പോട്ട് ആവാൻ സാധ്യതയില്ല, അല്ല അത് അറിയാത്തതുകൊണ്ട് റേഷ്യോ അത്ര ഉണ്ടാവില്ല. ഇല്ല. Enthusiastic ആയിട്ടുള്ള കുട്ടികളാണല്ലോ ഇവിടെ വരിക. സബ്ജക്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ലൈബ്രറി പോകുമ്പോൾ കുറച്ച് ചടപ്പാണ് കപ്പിൾസിനൊക്കെ കാണുമ്പോൾ. അതുണ്ടാവണ്ട, അത് മനുഷ്യന്മാരനല്ലോ. ആ പിന്നെ വിഷമം വരും. പ്രതീക്ഷിച്ചില്ലല്ലേ? വിഷമം വരില്ല. Early bird catch the worm എന്ന് പറയുന്ന പോലെ അല്ലേ? ഈ കുറെ കോട്ടൊക്കെ എല്ലാ സ്ഥലത്തും എനിക്ക് വരുന്നുണ്ടല്ലോ, അനർഘ നിർഗളമായി കോട്ടുകൾ ഒഴുകുന്നുണ്ടല്ലോ. കോട്ട്സ് ക്രോസ് ചെയ്യാം, അങ്ങോട്ടേക്കാ? ആ സ്ട്രൈറ്റ് അടക്കാം. നിൽക്ക് വണ്ടി. ഇവിടുത്തെ മറ്റേ ബാക്കിയുള്ള ഇതൊക്കെ എങ്ങനെയാ? എന്താ ഫുഡ് സ്പോട്ട് എത്ര ഉണ്ട്? ടോപ്പ് നമ്മുടെ മല്ലു മെസ് ഉണ്ടോ? മല്ലു മെസ്സ് അങ്ങനെ നോർത്ത് ഇന്ത്യൻ വെജ്, സൗത്ത് ഇന്ത്യൻ നോൺ വെജ്, അങ്ങനെ ഒരു 5 ടൈപ്പ് മെസ്സ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു ഫുഡ് സ്പോട്ട് കുറച്ച് 2-3 എണ്ണം. പൊതുവെ മിക്കവരും ജസ്റ്റ് വെറുതെ ആണെങ്കിൽ പുറത്തുനിന്നൊക്കെ മിക്കപ്പോഴും ഓർഡർ ചെയ്യാം എൻ്റെ ഹോസ്റ്റലിലൊക്കെ. ബാംഗ്ലൂരിൽ പിന്നെ അവൈലബിലിറ്റിയുടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മെസ്സിൽ ഇപ്പൊ 8000 രൂപയിൽ എത്രയുടെ ഹോസ്റ്റൽ ഫീ വരുന്നത്? 1000. ബാക്കി മെസ്സല്ലേ? ഓ, ഇപ്പൊ 200 പെർ ഡേ ഒക്കെ ഉണ്ട്. അത് മെസ്സ് അനുസരിച്ചിരിക്കും, എല്ലാ മെസ്സും അത് വരണമെന്നില്ല. ഫുഡൊക്കെ എങ്ങനെയാ? ഫുഡ് എനിക്ക് ഓരോരുത്തർക്കും ഒരു അഭിപ്രായം മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫോർ മീ ഇറ്റ്സ് ഗുഡ്. എനിക്ക് അത്യാവശ്യം നല്ലതാണ്. നീ സൗത്ത് കഴിക്കാറില്ല? സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ്. നോർത്ത് ഞങ്ങളൊക്കെ പോയായിരുന്നു, പക്ഷെ ഇഷ്ടപ്പെട്ടില്ല. ദാൽ ഫ്രൈ ഒക്കെ ഭയങ്കര ടേസ്റ്റ്. വെണ്ട കൊണ്ട് ഒരു 10000 ഡിഷ് പാവജി കട ഞങ്ങളുടെ മെസ്സിന് വരാറുണ്ട്. ഇടയ്ക്ക് സ്നാക്സ് മെനു മാറുമ്പോൾ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ അങ്ങോട്ട്. ഗാർലിക് ബ്രെഡ് വെച്ചാൽ ഇടയ്ക്ക് പിസ്സ, ഡോണട്ട്, പിസ്സ അങ്ങനത്തെ. നിങ്ങൾ ഡൊമിനോസിനല്ല, അങ്ങനെയല്ല പിസ്സ. കൂടുതലൊന്നും പറയുന്നില്ല, മോശം പറയാനൊന്നുമില്ല. ഗസ്റ്റിനെ കൊണ്ടുപോവാം മെസ്സില്. പറ്റും സമയത്തില്ല. ഇവിടെ നിങ്ങളെ ബുക്സ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇവിടെയൊക്കെ നമ്മളെ ബുക്സ് ഒക്കെ എഴുതിയ ആള് നമ്മളെ പഠിപ്പിക്കാൻ വരും എന്നുള്ള രീതിക്ക്. എനിക്കിതുവരെ വന്നിട്ടില്ല, വരുമായിരിക്കും. എഴുതിയ ആളൊക്കെ മരിച്ചിട്ടുണ്ടാവണം. എന്റെ അവിടെ NIT-ലുള്ള ഒരു സാറുണ്ട്, മൂപ്പര് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. മൂപ്പര് പക്ഷെങ്കിൽ ഈ PhD-യും പോസ്റ്റ് PhD ഒക്കെ ചെയ്തിട്ടുള്ളത് ഞാൻ നോക്കുമ്പോൾ മൂപ്പരെ കാർഡ് എടുത്ത് നോക്കുമ്പോൾ അതിൽ കാണിച്ചത് IISc ബാംഗ്ലൂർ. അല്ല, NIT-ലെ പ്രൊഫസർമാർ വലിയ പങ്ക് IISc മിനിമം വേണം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അത് ക്രൈറ്റീരിയ ആയിട്ടൊന്നും വെക്കുന്നില്ലെങ്കിലും അവസാനം അല്ല, ബുക്ക് എഴുതിയ ആൾക്കൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കുന്ന സാധനം ബുക്ക് എഴുതിയ ആൾ മൂപ്പരാന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഓരോ സാധനം സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ IISc ഒരു ടോപ്പ് നോച്ച് സാധനം എന്നുള്ള അപ്പം തന്നെ നമുക്ക് വരും മൈൻഡിൽ. അല്ല, റിസർച്ച് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇന്ത്യയിലെ നമ്പർ 1, എനിക്ക് തോന്നുന്നത് നമ്പർ 1 മാത്രമല്ല, ഫാർ അഹെഡ് ആണെന്ന് തോന്നുന്നുണ്ട് IISc. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ടൈം മാഗസിൻ്റെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ദ വേൾഡിൽ ടോപ്പ് 250-ൽ IISc മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല അതിന് ഇന്ത്യയിൽ നിന്ന്. ഇത് ഞങ്ങളുടെ ഹോസ്റ്റൽ, ഇത് ഗേൾസ് ഹോസ്റ്റൽ, അത് വേറെ ബോയ്സ് ഹോസ്റ്റൽ. അത് കൊള്ളാമല്ലോ, ബോയ്സ് ഹോസ്റ്റലിന്റെ ഓപ്പോസിറ്റ് ഗേൾസ് ഹോസ്റ്റൽ. ഈ നേരത്തെ കണ്ടില്ല? ഗേൾസ് ഹോസ്റ്റലിൽ ഉള്ളിൽ കയറാൻ പറ്റുമോ? ഇതുവരെ പറ്റില്ല. ബോയ്സ് ഹോസ്റ്റലിൽ പക്ഷേ ഗേൾസിന് പറ്റും. ബോയ്സ് ഹോസ്റ്റലിൽ ഗേൾസിന് പറ്റും. വാട്ട് അബൌട്ട് NIT? പറ്റില്ല. അഭി പറ്റുന്ന ഫസ്റ്റ് ഇയറിൽ പറ്റില്ല, സെക്കൻഡ് ഇയർ മുതൽ അറിയില്ല, ഫോർത്ത് ഇയറിൽ പറ്റൂല. പറ്റുമെങ്കിൽ ഞങ്ങൾ സമ്മതിക്കൂല. നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. പ്യൂർ അസൂയ. പഠിക്കാനാ വരുന്നത്, അവര് റിസർച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പ്ലേസ്മെന്റ് ഓറിയന്റഡ് ആണ് മൊത്തത്തിൽ, അല്ലാതെ മറ്റുള്ള ഡിസ്ട്രാക്ഷനുകൾ ഇല്ല എന്ന് പറയാം. ഇവിടുത്തെ ഫസ്റ്റ് ബിടെക് ബാച്ച് ഇറങ്ങുന്നേ ഉള്ളൂ ഈ വർഷം പാസ് ഔട്ട്. ഹെൽത്ത് സെന്ററിൽ പോയി കഴിഞ്ഞാൽ അത് വേണം. അത് ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ കോളേജ് അല്ല, ഡോക്ടറെ കാണിച്ചാൽ ഇവിടുത്തെ ഡോക്ടറുടെ അപ്രൂവൽ വേണം. NIT-ൽ എപ്പോഴും തരുമല്ലോ, വെറുതെ പോയാൽ മതി. ഇല്ല, മറ്റേത് തരില്ല. നമ്മുടെ നാട്ടിലത്തെ സർട്ടിഫിക്കറ്റും കൊണ്ട് ചോദിച്ചാൽ ഇത് ഒരു 100 തവണ ചോദിക്കും, ഏതാ ഞാൻ പോയിക്കായിരുന്നു. അപ്പൊ ചോദിച്ചു ഏതാ മരുന്ന് മൂഞ്ചിയില്ലേ, ഞാൻ മറ്റേത് ഉണ്ടാക്കിയതായിരുന്നു. എന്താണ് ഇത് ഇവിടെ SF കേൾക്കണ്ട? തൊഴിലാളികളെ കൂട്ടായ്മ. ഓ, മെയ്ഡ് ആൻഡ് ഇതാണല്ലേ, ക്യാമ്പസ് പൊളിറ്റിക്സ് ഒന്നുമില്ല. എത്ര പാർട്ടി വെക്കാനാ? ഇതാണ് ലോകം ഉറ്റുനോക്കുന്ന IISc-യിൽ നിന്നുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ ഡിപ്പാർട്ട്മെന്റ്, നാനോ ടെക്നോളജി. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഉള്ളിൽ നാനോ ടെക്നോളജി പരമായിട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പരമായിട്ട് എന്തൊക്കെയാണ് നടക്കുന്നുള്ളത്? പുറത്തോടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്ത കുറേ പരിപാടികൾ, വലിയ റിസർച്ചുകൾ, സാധനങ്ങളൊക്കെ. എന്താ പറയുക, മുമ്പ് ഞാൻ എങ്ങനെ നാനോ ടെക്നോളജിനെ കുറിച്ച് ഇങ്ങനെ
എന്താ 10⁻⁹ സൈസിലേക്കാക്കി. നീ എന്തോ വേറെന്തോ പറഞ്ഞല്ലോ IISc എന്നുള്ള പേരൊക്കെ. അത് ഞങ്ങൾ ഓറിയന്റേഷൻ സമയത്ത് ഇതിനകത്ത് കയറ്റിയായിരുന്നു. അപ്പോൾ ഒരു നമ്മുടെ കുഞ്ഞു കുഞ്ഞു വളരെ, അതായത് നമ്മുടെ മുടിയിഴയിലൊക്കെ ഒരു എംബ്ലം IISc പ്രിന്റ് ചെയ്ത് വെച്ചായിരുന്നു. അത് അൾട്രാ മിനി സാധനങ്ങൾ വെച്ചിട്ടുള്ള പരിപാടിയാണ്. അതിലും താഴെ എന്തൊക്കെയുണ്ട് ഞാൻ മറന്നുപോയി. ഇങ്ങനെ ഗോൾഡ് പ്ലേറ്റിംഗ് എന്തൊക്കെയോ സംതിങ് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടല്ലോ. നാനോമീറ്റർ 10⁻⁹ അല്ലടോ. ഓക്കെ റൈറ്റ്. ഉള്ളിൽ കയറാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. ഉള്ളിൽ കയറിയാലും പ്രത്യേകിച്ചൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല രീതിയിൽ ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷേ ഇതാണ് IISc ലോകം ഉറ്റുനോക്കുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ. അപ്പൊ ഇവിടെ എങ്ങനെയാ എക്സാംസും സാധനങ്ങളൊക്കെ ഒരു എൻ്റെ അക്കാഡമിക് പ്ലാൻ എങ്ങനെയാണ്? അക്കാഡമിക് പ്ലാൻ നമുക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷെ എല്ലാ മണിക്കൂർ ക്ലാസ് ഉണ്ട് ഒരു ദിവസം? അത് ഡിപ്പെൻസ്. ചില ജനറലി 8:30 to 9 മുതൽ 12:30 to 1 മണി. ഇതാണ് ഒരു ആവറേജ് ആയിട്ട് വരിക. അതായത് രാവിലെ മാത്രമേ ക്ലാസ് ഉള്ളൂ? ഉച്ചയ്ക്ക് ശേഷം ലാബാണ്. ലാബ് ഉണ്ടാവും എല്ലാ ദിവസവും ഉണ്ടാവും? ആഴ്ചയിൽ ഇപ്പോൾ 5 ദിവസത്തിന് 2-3 ദിവസം ലാബ് ഉണ്ടാവും. 2-3 ദിവസം ലാബ്. ഏത് വീക്കെൻഡ്സ്? സാറ്റർഡേ സൺഡേ ലീവാണ്. പിന്നെ ഇവിടെ എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ പോയാൽ എങ്ങനെയാണ്? അതായത് അറ്റൻഡൻസ് ഒക്കെ ഉണ്ടോ? അറ്റൻഡൻസ് ഉണ്ട്. ഒരു കുഞ്ഞൊരു ATM കാർഡ്. അറ്റൻഡൻസ് ഉണ്ട്? അത് കേട്ടെ. എനിക്ക് അല്ല അറ്റൻഡൻസ് ഞാനല്ല, വേറെ പണിയൊന്നും ഉണ്ടാവാറ്. സ്റ്റിൽ ബുദ്ധി തന്നെയാണല്ലേ? അങ്ങനെയല്ല, പഠിക്കുന്നില്ല എന്നുള്ള അറ്റൻഡൻസ്. എനിക്കൊക്കെ 80 കറക്റ്റ് ആയിട്ടുള്ളൂ അറ്റൻഡൻസ്. എനിക്കിവിടെ വേറെ പണിയില്ല, അതുകൊണ്ട് ക്ലാസ് വേറെ പണിയില്ലാത്തോണ്ട് അങ്ങനെ പോണതാ. എനിക്ക് കുറെ പണികളുണ്ട്. ബിസി ലൈഫ് ഉള്ളവർക്ക്. പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു എൻ്റെ ഡേ എങ്ങനെയാണ്? രാവിലെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ലാബ് ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ ലാബോട് ചെയ്യും. പിന്നെ കുറച്ച് ലാബ് എത്ര മണി മുതൽ എത്ര മണി വരെയാണ്? 2 to 5. ബയോളജി ലാബ് കുറച്ച് നീളം. അത് ഞാൻ പറയുന്നില്ല. ബയോളജി ലാബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല, ഇവിടെ വരുന്നവർ അനുഭവിക്കാം. അല്ല വേറെ ഞാൻ ഭയങ്കര മോശം എന്നല്ല പറയുന്നത്. പക്ഷെ 2 to 5 എന്ന ടൈമിൽ ചിലപ്പോൾ നിന്നോളന്നില്ല. ഫിസിക്സ് മാത്സ് എന്തൂസിയാസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ബയോളജി ഒരു കിറാമുട്ടി ആയിരിക്കും. ഇല്ല, ഫസ്റ്റ് സെമ്മിൽ ബയോളജി ഭയങ്കര അടിപൊളിയാണ്. ഫസ്റ്റ് സെമ്മിൽ അതായത് വേറെ വരുന്നവർക്ക് അറിയാം. ഇത് മെയിൻ ഹൈവേയാ? അത് ഫസ്റ്റ് സംഭവം എന്താ വെച്ചാൽ ഫസ്റ്റ് സെമ്മിൽ ആർക്കൊക്കെ അറിയാം, എല്ലാരും. ഓ അതല്ലേ നിങ്ങൾ ഇത് ടർഫ് വരുന്ന ക്രിക്കറ്റ് ഗ്രൗണ്ട്? അത് മറ്റേ സിന്തറ്റിക് ട്രാക്ക് അല്ലേ? സിന്തറ്റിക് ട്രാക്ക്. ഞങ്ങളുടെ NIT ഇപ്പൊ സിന്തറ്റിക് ട്രാക്ക് വന്നോണ്ടിരിക്കാട്ടുള്ളൂ. സ്റ്റിൽ അണ്ടർ കൺസ്ട്രക്ഷൻ. വരുമല്ലോ, വരും. വന്നാ നോക്കാം. വരുവാടാ, വരും. അല്ല NIT അത്യാവശ്യം നല്ല വലിയ സാധനമാണ്, പക്ഷേ സ്റ്റിൽ കൺസ്ട്രക്ഷനിലാണ്. ഞാൻ വന്നത് മുതൽ ഇന്ന് വരെ കൺസ്ട്രക്ഷനിലാണ്. പിന്നെ ഇങ്ങനെ ക്ലാസ്സിൽ അറ്റൻഡൻസ് ഒക്കെ എങ്ങനെയാണ്? ടീച്ചർമാർ വന്ന് മാർക്ക് ചെയ്ത് പോക്കാണോ? ടീച്ചർമാർക്ക് തന്നെ വലിയ നിർബന്ധമില്ല. കാര്യം നമ്മൾ പഠിക്കാനേ വരുന്നത്. അറ്റൻഡൻസ് ഷോർട്ടേജ് വന്നാലും എന്താ ഇവിടുത്തെ ആ ഒരു പ്ലാൻ? എന്താ ഇവിടെ വരുന്നത്? 80% അറ്റൻഡൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല. പിന്നെ അങ്ങനത്തെ ഒന്നുമില്ല. എന്താ കണ്ടോണേഷൻ ഇങ്ങനെ നിങ്ങളുടെ നീ പറഞ്ഞില്ലേ മുമ്പ് നിങ്ങളുടെ ഫെസ്റ്റുകൾ ഉണ്ടാവുന്നൊക്കെ? അപ്പൊ ഫെസ്റ്റ് സ്റ്റുഡന്റ് ലെഡ് ഫെസ്റ്റുകൾ ആയിരിക്കൂലേ? അപ്പൊ സ്റ്റുഡന്റ് ലെഡ് ഫെസ്റ്റുകൾ അതൊക്കെ ഫ്രീ ടൈമിൽ വെക്കുന്നത്. അതൊന്നും ക്ലാസ് ടൈമിലൊന്നും ആരും കൊണ്ട് വെക്കില്ല. നമ്മൾ ഫ്രീ ടൈമിൽ മാത്രമൊക്കെ ചെയ്യാറുള്ളൂ. ഇല്ല. പിന്നെ അതാ ഗ്രൗണ്ടും സിന്തറ്റിക് ട്രാക്കും അങ്ങനെ അങ്ങോട്ട് ഇത് ക്രിക്കറ്റ് ഗ്രൗണ്ടാ അല്ലേ? ആണല്ലോ. നിനക്ക് ഇതിനെ പറ്റി ഒന്നും ഒരു പിടുത്തമില്ല അല്ലേ? ഞാൻ അവിടെ വരാറുണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതാണല്ലേ നിങ്ങളെ ഗ്രൗണ്ട്? അപ്പൊ ഇത് സിന്തറ്റിക് ട്രാക്കാ? നീ ഇവിടെ എന്തിനാണ് സ്പോർട്സിൽ ഇൻവോൾവ് ചെയ്യാറ്? ഞാൻ ഷട്ടിൽ കളിക്കാൻ പോവായിരുന്നു. ബാഡ്മിന്റൺ? പിന്നെ ഫുട്ബോൾ ഇടയ്ക്ക് ടൂർണമെന്റ് വന്നപ്പോ പോയായിരുന്നു. നിന്റെ റൂമിൽ ഞാൻ ബൂട്ട് കണ്ടിരുന്നു. ഞാൻ വിചാരിച്ചു നീ കളിക്കൊക്കെ ചെയ്യോ? എടാ അതൊക്കെ സംഭവം എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും വരുന്നവര് പഠിക്കാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു പ്രീജുഡൈസ് ആണ്. താല്പര്യമുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ബയോളജി നല്ല വൃത്തിക്ക് പഠിക്കുന്നവര് അത് ഡെപ്തിൽ പഠിക്കാറുണ്ട്. ബാക്കിയുള്ളത് ജസ്റ്റ് ക്രെഡിറ്റിന് വേണ്ടി പഠിച്ചു വെക്കുന്ന പരിപാടി. മാത്സ് ഇഷ്ടമുള്ളവർ അതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. നീ മുമ്പ് പറഞ്ഞത് അതായത് എന്താണ് നമ്മള് കുറച്ചൊരു സബ്ജക്ട് എന്തൂസിയാസം ഉള്ള ആൾക്കാരാണ് ആക്ച്വലി IASകളിൽ എത്തേണ്ടത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമുക്ക് ഇപ്പൊ നീ പറഞ്ഞല്ലോ ആകെ 6 മലയാളികളെ മാത്രമേ ഉള്ളൂ. ടു ബി പ്രൗഡ്. അതിൽ ഒന്ന് എന്റെ റൂംമേറ്റും എന്റെ ഒരു ഫ്രണ്ടും ആവാന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കൃതജ്ഞതയുള്ള സമയം കേട്ടോ. ഞാൻ ധന്യവാനായിരുന്നു. അപ്പൊ നമ്മൾക്ക് എന്താ ഇവിടെ ഫ്രീഡം ഉണ്ട്. നമുക്ക് എപ്പോഴേലും പുറത്തോ എപ്പോഴേലും അകത്തോ നമുക്ക് നന്നായി ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്, അല്ലാതെ മോശം വഴിക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ നമ്മളാണ് അത് ഡിസൈഡ് ചെയ്യുന്നത് ആക്ച്വലി. അങ്ങനെ തന്നെ കേട്ടോ ആക്ച്വലി സ്പീക്കിംഗ് NIT
അത്യാവശ്യം നല്ല ഫ്രീഡം ഉണ്ട്. സോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അവിടെ ഇപ്പൊ ആരും നമ്മൾ അതെ ചോദ്യം ചെയ്യാൻ നമുക്ക് എന്താണ് നമ്മളൊരു അഡൽട്ട് ആയിട്ട് കാണും. അതെ അത്രേ ഉള്ളൂ. നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, മറ്റേത് ചെയ്യരുത് എന്ന് പറയാൻ ആൾക്കാരുണ്ടാവില്ല. പിന്നെ ഇത് ഫുട്ബോൾ അതാ ഹോക്കി, അത് ഹോക്കി, ഇത് ഫുട്ബോൾ, ബാക്കിലത്തത് ടെന്നീസ്. താഴോട്ട് ഇറങ്ങണം. ഇവിടെ എല്ലായിടും ഇങ്ങനെ തന്നെയാണ്. അതായത് ഞാൻ എവിടെ പോയാലും ഇവിടെ ഒരു ഗ്രീനറി സാധനം നമുക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടമായിട്ടോ. നേരത്തെ അജാസ്ക്ക് ചോദിച്ച പോലെ ഒരു സ്ഥലം കിട്ടുമോ കുറച്ച് മാങ്ങയെന്ന് വെച്ച പോലെ ഒരു 10 ദിവസം ഇവിടെ താമസിക്കാൻ തോന്നുന്നു. ആ ഒരു ഡ്രീം നിനക്ക് എജുപോർട്ടിലൂടെ അച്ചീവ് ചെയ്യാനും പറ്റിയില്ലേ? അത് സത്യം, അത് തന്നെ എജുപോർട്ടിനോട്. അല്ല പിന്നെ ഇവിടെ ഇപ്പോ വേറെന്തൊക്കെയാണ് നമുക്ക് ഫെസിലിറ്റീസ് ഉള്ളത്? ഈ ജിമ്മ്, പൂള്, അതോടൊപ്പം ഈ ഇതല്ലാണ്ട് എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്തൊക്കെയാണ്? അപ്പൊ ഞങ്ങൾക്ക് എല്ലാ ആഴ്ച ഇങ്ങനെ ഓരോ ഇമെയിൽ, എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമുക്ക് ഇമെയിലിൽ കിട്ടും. ഇപ്പൊ ഡാൻസോ അല്ലെങ്കിൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റോ. നീ ഡാൻസ് നോക്കുന്നുണ്ടോ? എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ടൊരു ഡാൻസ് കളിച്ചോ? വീട്ടിൽ അനിയത്തി ഉള്ളതുകൊണ്ട് അനിയത്തി ഡാൻസ് കളിക്കോ? കളിപ്പിക്കും. അല്ല എന്തൊക്കെയാണ് എക്സ്ട്രാ കരിക്കുലർ ആയിട്ട്? ഇപ്പോ എന്താണ് ഇപ്പോ ഡാൻസിന്റെ എല്ലാത്തിനും നമുക്ക് എന്തൊക്കെ ഉണ്ടോ നമുക്ക് എല്ലാവരും അതറിയും. താല്പര്യമുള്ളവർ പോകും. ഇപ്പൊ മെഡിറ്റേഷൻ ആയാലും പുതിയ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുക, ഡാൻസ്, കുങ്ഫു ഒക്കെ ഫ്രീ ആണ്. ഫ്രീ അല്ല, ഇതിനൊക്കെ ഫീസ് കൊടുക്കണം. ഇപ്പൊ നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ്. ചെറിയ ഫീസ് ഒക്കെ നമ്മുടെ റീസണബിൾ പ്രൈസ് ആണ്. പിന്നെ ഇവിടെ അത്ലറ്റിക്സ്, ഫ്രിസ്ബി. അല്ല ഇവിടെ നീ എത്രയാ പറഞ്ഞ ടോട്ടൽ 2 ആർട്സ് ഫെസ്റ്റും 2 സ്പോർട്സ് മീറ്റും അല്ലാണ്ട് രാത്രികളിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടാവും? അത് ഓരോ കൂട്ടായ്മകളൊക്കെ. ഇപ്പൊ മലയാളി അസോസിയേഷനിൽ മുദ്ര ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞ ഒരു മലയാളി അസോസിയേഷൻ കൾച്ചറൽ ഫെസ്റ്റ്, ഇപ്പൊ സ്കൂൾ ആനുവൽ ഡേ നമ്മൾ നടത്തില്ലേ, അതേപോലെ കഥകളി അതൊക്കെ ഉണ്ടാവോ? നാടകം, സിനിമാറ്റിക് ഡാൻസ്. ഇപ്പൊ നമുക്ക് എന്ത് ഓഡിറ്റോറിയത്തിന്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഓഡിറ്റോറിയം? ആ രീതിക്ക് എന്തൊക്കെയാണുള്ള സെറ്റപ്പ് സാധനങ്ങള്? ഓഡിറ്റോറിയം കുറച്ച് 3-4 ഇപ്പൊ ആ ക്രിക്കറ്റ് ഗ്രൗണ്ടിന്റെ അപ്പുറത്ത് ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ ഞങ്ങളുടെ ഫ്രഷേഴ്സ് ഒക്കെ നടന്ന്. പിന്നെ വേറെ ഒരു ഭാഗത്ത് 2-3 വേറെ ഓഡിറ്റോറിയം ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഓഡിറ്റോറിയം ഒക്കെ അത്യാവശ്യം അവൈലബിൾ ആണ് നമുക്ക്. ഓഡിറ്റോറിയം ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണോ? 1-2 എണ്ണം. NIT അങ്ങനെ കേട്ടോ, ഒരു ഓഡിറ്റോറിയം, ചൈതന്യ ഓഡിറ്റോറിയം മാത്രം. നമ്മളതല്ല, ഇതല്ല, ഇതൊരു സ്കൂളാണ്. ബാക്കി സോംസും ബാക്കിയുള്ളതൊക്കെ ചാണക്യ, ABC ഹാളൊക്കെ എയർ കണ്ടീഷൻ ആണ്. നമുക്ക് തിരിച്ച് നടക്കാൻ തോന്നുന്നു. ഇവിടെ ഇതൊരു സ്കൂളാണ്. ഓ സ്കൂളാ? ഇത് എന്തിന്റെ സ്കൂളാ? പബ്ലിക്. എങ്ങനെ എല്ലാവർക്കും വന്ന് പഠിക്കാം? അങ്ങനെയാന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അവരുടെ അഡ്മിഷൻ പ്രോസസ് അറിയില്ല. പക്ഷെ പഠിക്കാൻ എനിക്കൊന്ന് പോയി ഞാനൊക്കെ കേറിയായിരുന്നു. നിനക്ക് എന്തായിരിക്കും ഷെയർ ചെയ്യാനുള്ളത്? നിങ്ങൾ പഠിക്കുക, നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണോ. അതായത് ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഫീൽഡ് എന്ന് പറയുന്നത്. നമുക്ക് കാര്യം റിസർച്ച് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഇല്ല. നമ്മൾ എങ്ങോട്ട് പോകും, എവിടെ തിരിയും, എവിടെ അവസാനിക്കും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു അൺസർട്ടനിറ്റി അവിടെ. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ സിനാറിയോ വന്നാൽ പോലും നമുക്ക് ചിലപ്പോൾ ഒരു വഴിമുട്ടി പോയെന്നും വരാം. പക്ഷേ അത് ഇന്തൂസിയാസം കാണിക്കുന്ന പലതും ഞാൻ ഇപ്പൊ കേട്ടിട്ടുണ്ട്. എവിടെയോ നമ്മുടെ US-ലോ മറ്റോ എങ്ങാണ്ട് ഭയങ്കരമായിട്ടുള്ള ഫെലോഷിപ്പും സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്, അതായത് കോടികളുടെ സാധനങ്ങൾ. അതൊക്കെ വളരെ ടാലന്റ് ആയിട്ട് വളരെ ഏതാണ്ട് 800 കോടി എങ്ങാണ്ട് കൊടുത്തതൊക്കെ. പക്ഷെ അതൊക്കെ മൈന്യൂട്ട് കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. പക്ഷെ അത്രയും ആ ഒരു enthusiasm അവിടെയാണ് മാറ്റർ ആവുന്നത്. കോളേജിലേക്ക് എത്തുമ്പോൾ ആരും നമ്മൾ ഇരുത്തി പഠിപ്പിക്കില്ല. നമ്മളുടെ സൗകര്യമാണ് ആക്ച്വലി ആ ഒരു എന്റെ ആ ഒരു ത്വര ഇതിലെ റിസർച്ചിലേക്കാണ് എന്നുള്ള തോന്നിയിട്ടുള്ളത്. കാര്യം എനിക്ക് അതിന്റെ താങ്ക് യു പറയാനുള്ള എന്റെ ഫ്രണ്ട്സിനോടാണ്. +1 +2 കൂടെ പഠിച്ച ഫ്രണ്ട്സിനോടൊക്കെയാണ്. പേരെടുത്ത് പറയാനുണ്ടോ? പേരൊക്കെ 2-3 പേരൊക്കെ വരാം. ഞാൻ സ്ഥിരം പറയുന്നല്ല, ഫാസ്, ഒലിവിയ, സരീത, ഇവരൊക്കെയാണ്. എന്താണ് പറഞ്ഞത്? ഞങ്ങൾ തമ്മിലൊക്കെ ചർച്ചകളിലൊക്കെ ഇങ്ങനെ ഓരോ ഇൻട്രസ്റ്റിംഗ് ആയപ്പോൾ കാര്യങ്ങളൊക്കെ നേരത്തെ ഒരു ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ പോലും യൂട്യൂബിൽ അവിടെ നിന്ന് തപ്പിപ്പിടിച്ചിങ്ങനെ സംസാരിക്കുക, ഇപ്പോൾ ചാനലുകളിൽ നിന്ന് സംസാരിച്ച ആ ഒരു ഇൻസൈറ്റ് എനിക്കന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വലിയ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനെ നീറ്റ് കോച്ചിങ്ങിനെ പോയിട്ടുണ്ടായിരുന്നു. സോ നീറ്റ് മാത്രം മുന്നിൽ കണ്ട് ചുമ്മാ അങ്ങനെ ഒരു ടൈം പാസ് എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു. അല്ല ഞങ്ങളൊക്കെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാന്ന് വെച്ചാൽ ആക്ച്വലി നമ്മള് അവിൽ മിൽക്ക് കുടിക്കാൻ പോകാനും. അല്ല അതുകൊണ്ട് അതില്ലാതെ ഞാൻ പറയുന്നില്ലേ. ഇപ്പൊ കോളേജ് എത്തിയപ്പോ പിന്നെ അതേ ഉള്ളൂ. കോളേജ് കഴിഞ്ഞ് പഴംപൊരി കഴിക്കാം, വൈകുന്നേരം ക്ലാസ്സും കഴിഞ്ഞ് പഴംപൊരി കഴിക്കാം, അതൊക്കെയായിരുന്നു നമ്മളെ ചർച്ച. നിങ്ങൾ ഫുൾ വേറെ ലെവലല്ലേ? അല്ല അങ്ങനെ ഞങ്ങൾ ഭയങ്കര പീക്കാന്നൊന്നല്ല പറയുന്നത്. ചിലപ്പോ ഫുള്ള് മണ്ടത്തരായിരിക്കും. പക്ഷെ എങ്കിലും ആ ഒരു സാധനം ചർച്ച ചെയ്തല്ലോ ആക്ച്വലി.
എടാ ഇവിടെ എന്താ മൊത്തത്തിലൊരു ഒരു സ്റ്റോണി ആണല്ലോ. ഇതൊരു ഹോണ്ടഡ് പ്ലേസ്. അങ്ങനെയല്ല, ഞങ്ങള് ഫ്രഷ് പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല മൊത്തം ഒരു പഴയ ആ ഒരു സാധനം, ഒരു പ്രൗഢി കാണുന്നുണ്ട് ഇവിടെ എല്ലാടെയും. നമ്മളെ ഒരു ഏർലി ഏജിലുള്ള ഒരു ഏർലി അവയർനെസ് ഒരു വലിയ വിഷയമാണ്. ഫൗണ്ടേഷൻ സാധനങ്ങളൊക്കെ വന്നു തുടങ്ങിയ ഒരു ഇൻഡപ്തിലേക്ക് കോൺസെപ്റ്റുകൾ സോഷ്യൽ മീഡിയാസ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. സോ അതുവഴി ഓരോ കോളേജ് ഇപ്പൊ റെഡിറ്റ് ആയാലും ഇൻസ്റ്റയിലായാലും ഇപ്പൊ എല്ലാ കോളേജ് പഠിക്കുന്നവരുടെ ഇൻഫർമേഷൻ അവിടെ മുന്നിലുണ്ട്. അപ്പൊ അതുവഴി ഇപ്പൊ കുറഞ്ഞ് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. കുറഞ്ഞ് കിട്ടുന്നു എന്നുള്ളതാണ് തോന്നുന്നത്. കാര്യം ഇപ്പൊ ഞാൻ അതൊരു നല്ലൊരു കാര്യം തോന്നി. കാര്യം അറിയണം കോളേജസ് ഇങ്ങനെ ഉണ്ട്. ഞാൻ പോലും NIT കുറിച്ചൊക്കെ അറിഞ്ഞത് +1 +2 പഠിക്കുമ്പോഴായിരുന്നു. എനിക്ക് ടു ബി ഹോണസ്റ്റ് എനിക്ക് എപ്പോഴും അറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അല്ല, ഞാൻ NIT കുറിച്ച് അറിഞ്ഞത് +1 കഴിഞ്ഞ് +2 ഒരു വെക്കേഷൻ ടൈമിലൊക്കെ ആയിരുന്നു. NIT IIT പോലെ പ്രീമിയർ സ്ഥാപനങ്ങളുണ്ട് എന്നൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ എൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന ഒരുപാട് കുട്ടികൾ ആക്ച്വലി ഒരു 8ാം ക്ലാസ് മുതലേ അറിയും ആ ഒരു ഫൗണ്ടേഷനിലേക്ക്. പിന്നെ പാരന്റ്സ് അവെയർ ആവുന്നുണ്ടെന്നുള്ള ആക്ച്വലി ഭയങ്കര. പാരന്റ്സിന്റെ കാര്യം ഇപ്പോഴും ചിലപ്പോൾ കാര്യം അവർക്ക് ഇത് അറിയാം. IAS കുറിച്ചൊന്നും ആക്ച്വലി ആർക്കും ഇല്ല. മലയാളത്തിൽ ഒരു വീഡിയോ പോലും ഇല്ല IAS കുറിച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഇത് ഒരു ഫസ്റ്റത്തെ ഒരു ക്യാമ്പസ് ടൂർ ആയിരിക്കും അല്ലേ ഇത്? നീ ക്യാമ്പസ് ടൂർ ഒന്നും കണ്ടില്ലല്ലോ? മലയാളത്തിൽ കണ്ടില്ലായിരുന്നു. ഒരു ആസ്പിറേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഓരോ ക്യാമ്പസ് നമ്മൾ ഒരു മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ക്യാമ്പസ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് കാണണല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ ചേരുന്നതിന് മുന്നേ ഒന്നും ക്യാമ്പസ് ടൂർ കണ്ടിട്ടില്ല. ആകെ ക്യാമ്പസ് ഇല്ലല്ലോ ആ ഒരു സാധനം. ആ ഒരു ഫോട്ടോയെ ഞാനും കണ്ടിട്ടുള്ളൂ. ആ ഒരു ഹോമിജി ബാബ ആ ഒരു സ്റ്റാച്യു. സോറി, ഹോമിജി ബാബ അല്ല, ജംഷഡ്ജി ടാറ്റ.